കോഴിക്കോടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കോഴിക്കോട് നിന്നും ശിവദാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷയം, ഈ ഹമാസ് എന്ന ഭീകര സംഘടനയെ അനുകൂലിച്ചുകൊണ്ട് ധാരാളം റാലികളും മറ്റും ഈ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയുടെ മറവിൽ തീവ്ര സംഘടനയായ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് വിവിധയിടങ്ങളിൽ റാലികൾ നടക്കുന്നതായി പരാതി ഉയരുന്നു. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണ ആഹ്വാനത്തിന് പിന്തുണയുമായി കൂടുതൽ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നു. മുജാഹിദ് സംഘടനയായ ISM-ഉം സോളിഡാരിറ്റിയും തുടങ്ങിയ സംഘടനകളാണ് ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ശിവദാസ് കന്മനം കോഴിക്കോട് തയ്യാറാണ്. ശിവദാസ്, ഇതിൽ ഈ ജമാഅത്തെ ഇസ്ലാമി ഇത്തരം ആഹ്വാനങ്ങൾ നടത്തുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ തന്നെ പറയുന്ന കാര്യം ഹുക്കുമത്തെ ഇലാഹി എന്നുള്ളതാണ്. ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ രാഷ്ട്രം എന്നത് അവരുടെ ഒരു സങ്കല്പമാണ്. അതായത് ലോകം മുഴുവൻ ഒരു മുസ്ലിം രാഷ്ട്ര സങ്കല്പത്തിൽ എത്തിയാൽ മാത്രമേ ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ ജീവിത കടമ അവസാനിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയാണ്. അവരപ്പം സ്വാഭാവികമായും ഇതൊക്കെ കാട്ടിക്കൂട്ടുമല്ലോ. തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മതരാഷ്ട്രവാദം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ ആശയം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ ഒരു പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. പ്രത്യേകിച്ച് പലസ്തീനെ അനുകൂലിക്കുന്നതിൻ്റെ മറവിൽ കൃത്യമായി തന്നെ അവർ ഹമാസിനെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലുള്ള മറ്റു പ്രധാന രാജ്യങ്ങളെല്ലാം തന്നെ, ആഗോള രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഹമാസിനെ ഭീകരവാദ സംഘടനയായി മുദ്ര കുത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ അത്തരത്തിലുള്ള നിലപാടുകളാണ് മറ്റു രാഷ്ട്രങ്ങളൊക്കെ തന്നെ സ്വീകരിക്കുന്നതും. ഇന്ത്യയും അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഹമാസിനെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് ഭാരതം അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഈ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഇത്തരത്തിൽ പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് അതിൻ്റെ മറവിൽ ഹമാസിന് കൃത്യമായ പിന്തുണ നൽകുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് മുസ്ലിം സംഘടനകൾ നടത്തുന്നത്. അതിന് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. വിവിധ ഇടങ്ങളിൽ കൂട്ടമായി അവർ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. സ്ട്രീറ്റ് വാക്ക് അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം പള്ളികളിൽ ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലെ ജുമുഅ നമസ്കാരത്തിന് ശേഷം ഇത്തരത്തിലുള്ള പരിപാടികൾ അവർ സംഘടിപ്പിക്കുന്നു. പലസ്തീന് അനുകൂലമായി അവർ വ്യത്യസ്ത ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഹമാസിനെ കുറിച്ച് അവർ വലിയ സ്വതന്ത്ര സമര സേനാനികൾ എന്ന തരത്തിൽ ഹമാസിനെ പ്രചരിപ്പിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഹമാസ് ഒരു സ്വതന്ത്ര സമര സേനാനികളുടെ ഒരു കൂട്ടമാണ് എന്നാണ് പ്രധാനമായും ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിക്കുന്നത്. ഇതിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ മറ്റ് മുസ്ലിം സംഘടനകളിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ ഒരു കാര്യം. പ്രത്യേകിച്ച് മറ്റ് മുജാഹിദ് സംഘടനകൾ അടക്കം ഇതിന് പിന്തുണയുമായി രംഗത്ത് വരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ മതേതരത്വം എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സംഘടനകൾ അടക്കം ഈ ഒരു ഹമാസിനെ പിന്തുണച്ചുകൊണ്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഒരു ഇടപെടലിനെ പിന്തുണച്ചുകൊണ്ടും രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പിന്തുണ ലഭിക്കുന്നുണ്ട്. LDF സർക്കാരിൻ്റെ പിന്തുണ കൃത്യമായി അവർക്ക് ലഭിക്കുന്നുണ്ട്. കാരണം LDF സർക്കാരും ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പലസ്തീൻ അംബാസിഡറെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് LDF പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. MV ഗോവിന്ദൻ, അവരുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം ഇത്തരത്തിലുള്ള പരിപാടികളിൽ സംബന്ധിക്കുന്നുണ്ട്. ഇങ്ങനെ കൃത്യമായി തന്നെ LDF സർക്കാരിൻ്റെ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ വ്യത്യസ്ത ഇടങ്ങളിൽ, ഏറ്റവും കൂടുതൽ മലബാറിലെ ജില്ലകളിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളും അവർ സംഘടിപ്പിക്കുന്നത്. വയനാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ അവർ വലിയ പരിപാടികളും ചെറിയ പരിപാടികളും അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. കൃത്യമായി തന്നെ ഹമാസിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഇടപെടൽ അവർ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് അവർ ആഹ്വാനം നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള ഈ ആഹ്വാനത്തിലും വലിയൊരു പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട്. മറ്റു സംഘടനകളും ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ, നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു രാഷ്ട്രമാണ്. പക്ഷേ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഭീകരവാദ സംഘടനകളെ നേരിടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഹമാസിനെ അടക്കം അവർ കൃത്യമായി തന്നെ നേരിടുന്നുണ്ട്. കൃത്യമായി തന്നെ ഹമാസിൻ്റെ ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ട്. പക്ഷേ ഹമാസിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടും ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ടും രംഗത്ത് വരികയാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ. അതിന് ചില മൗലികവാദ സംഘടനകൾ നേതൃത്വം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വളരെ ഗൗരവമായ കാര്യം. കൃത്യമായി തന്നെ അന്വേഷണത്തിൽ നിലനിൽക്കുന്ന പല വിഷയങ്ങളും ഈ സംഘടനയ്ക്ക് പിന്നിലുണ്ട്.
അതായത് കേന്ദ്ര ഇന്റലിജൻസ് അടക്കമുള്ള സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതമൗലികവാദ സംഘടനകളുടെ ഇത്തരത്തിലുള്ള ശക്തികളുമായുള്ള ഇടപെടലും അവരുമായുള്ള കൂട്ടുകെട്ടും അടക്കം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ശിവദാസ് ദയവായി തുടരൂ. ഇപ്പോൾ